വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് കോതമംഗലത്ത് ജനങ്ങൾ മാർച്ച് നടത്തി. DFO ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് മരണപ്പെട്ട സാഹചര്യത്തിലായിരുന്നു മാർച്ച്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യജീവന് പോലും ഭീഷണിയായ സാഹചര്യത്തിൽ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ കോതമംഗലം DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് മരണപ്പെട്ട സാഹചര്യത്തിൽ ജനകീയ ഹർത്താലിനെ തുടർന്നായിരുന്നു മാർച്ച്. KSRTC ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ അണിചേർന്നു. മാത്രം ആ പാവം മനുഷ്യന്റെ ജീവൻ ചവിട്ടിയറക്കപ്പെട്ടു. ഒരു നാട് മുഴുവൻ സങ്കടക്കടലിൽ നീറുകയാണ്. ഇനിയും ഒരു മനുഷ്യജീവൻ പൊലിയാതിരിക്കുവാൻ, ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ, അധികാരവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കുവാൻ, പ്രതിഷേധത്തിന്റെ അണകട സൃഷ്ടിച്ചുകൊണ്ട് ആയിരങ്ങൾ അണിനിരക്കുന്ന പ്രതിഷേധ പ്രതിഷേധ മാർച്ച് ഇഞ്ചത്തോട്ടി യാക്കോബായ പള്ളി വികാരി ഫാദർ സിബി എടപ്പളൻ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി സങ്കടത്തോടെ കണ്ണുനീരോടെയാണ് കോതമംഗലം ചെറിയ പള്ളിയുടെ മുമ്പിൽ ഇതുപോലെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടി നിൽക്കുന്നു. നമ്മളോട് കൂടെ ഏതാനും മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട എൽദോസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട സഹോദരന് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളതായ അവകാശവും അധികാരവും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്? തന്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ അദ്ദേഹം ഇന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് അധികാരികളുടെ നിസ്സംഗതയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാലങ്ങളായി ഇവിടെ ഓർമ്മപ്പെടുത്തിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും പ്രസംഗിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ കാലങ്ങളായി ഇതിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരങ്ങൾ നടത്തപ്പെടുന്നു. പക്ഷെ ഇതുവരെയും ഒരു ശാശ്വതമായിരിക്കുന്ന പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഒരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്രകാരം എന്നോട് ഒരാൾ രാവിലെ ചോദ്യം ചോദിച്ചു, ഇതിന് സർക്കാർ എന്താണ് ചെയ്യുക? ഞാൻ തിരിച്ചു ചോദ്യമുണ്ട്. ഈ ഭൂമിയിൽ ഇന്ത്യ മഹാരാജ്യം മാത്രമല്ലല്ലോ ഉള്ളൂ, ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്, ഇന്ത്യയിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത്? എത്രയോ ജീവനുകളാണ് ഈ നാളുകളിൽ നഷ്ടപ്പെട്ടത്. എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? ഇതിന് വനം വിഭാഗം തീർച്ചയായും മറുപടി പറഞ്ഞേ പറ്റൂ. വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലത്ത് വൻ ജനകീയ പ്രതിഷേധ രോക്ഷമിരമ്പി. മാർച്ചിന് ശേഷം DFO ഓഫീസിന് മുന്നിൽ നടന്ന യോഗം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഈ റാലി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എൽദോസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷമാണ് വന്നത് ഇവിടെ. ആ സഹോദരൻ ഇന്നലെ നമ്മളെ പോലെ ഓടി നടന്ന വ്യക്തിയാണ് 6 മണി വരെ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ ദുര്യോഗമുണ്ടായത്.
അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരിയെയും കുടുംബാംഗങ്ങളെയും ഞാൻ കാണുകയുണ്ടായി. ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം. പലരുടെയും അനാസ്ഥ മൂലം സംഭവിച്ച കാര്യമാണിത്. 6 മാസം മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് നാം വന്നിരുന്നു, പ്രതിഷേധ റാലി നടത്തി. അന്ന് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ്റോ വനപാലകരോ ഒന്നും അത് ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും നാം ഇവിടെ വരേണ്ടി വന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയും ഈ ടൗണിൽ ഞങ്ങൾ വന്നിരുന്നു. അത് പുതിയ വന നിയമത്തിൻ്റെ പരിഷ്കരണം, അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു. ഇതിവിടെ ആരെയും എതിർക്കുവാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം കിട്ടണം. ഇവിടെ വനപാലകരുണ്ട്, ജനപാലകരാരുമില്ല. വനത്തെ പരിപാലിക്കുവാൻ ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ ഓഫീസിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. പക്ഷെ ജനങ്ങളെ പരിപാലിക്കുവാനായിട്ട് ആരുമില്ല. MLA ഇവിടെ നിൽപ്പുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായിട്ട് ഇന്നെല്ലാവരും മടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല മനുഷ്യരുടെ പ്രതികരണം. ഇന്നലെ രാത്രി 10:30-ക്കാണ് ഈ ഒരു തീരുമാനമെടുത്തത്, ഇവിടെ വരണമെന്നുള്ളത്. ഇങ്ങനെ റാലി നടത്താൻ തീരുമാനിച്ച് 10:30-ക്കാണ്. പക്ഷെ ഇത്രയും മാത്രം ജനങ്ങൾ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഈ വെയിലത്തും ഇതുപോലുള്ള ഈ പ്രതികരണം നടത്തുവാനായിട്ട് വന്നിരിക്കുന്നത്. AKCC രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ആമുഖ പ്രഭാഷണം നടത്തി. ആന്റണി ജോൺ MLA, മാത്യു കുഴൽനാടൻ MLA, കോതമംഗലം രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയ്യസ് മലയക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട്, രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ, ഫാദർ ജോസ് പുൽപ്പറമ്പിൽ, ഫാദർ തോമസ് ചെറുപറമ്പിൽ, ഫാദർ തോമസ് പറയിടം, റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഏലിയാസ് മാർ ജൂലിയസ് മെത്രാപോലിത്ത, മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയിൽ, ഫാദർ മാനുവൽ പിച്ചലക്കാട്ട്, ഫാദർ റോയി കണ്ണാഞ്ചിറ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, ജനറൽ സെക്രട്ടറി PA സോമൻ, ടൗൺ പള്ളി ഇമാം PA യഹിയ തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. ഏതാനും നാളുകൾ മുമ്പ് ഈ കോതമംഗലത്തിന്റെ ഹൃദയത്തിൽ ഇവിടെ തന്നെ നമ്മളെ ഇത് സമാനമായ സാഹചര്യത്തിൽ വിട്ടുപിരിഞ്ഞ് ഇന്ദിര എന്ന വീട്ടമ്മയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. ആ മൃതദേഹവുമായി പ്രതിഷേധിച്ച് ഈ നാട് പ്രതിഷേധിച്ചത് മറ്റൊന്നും പറയുന്നതിന് വേണ്ടിയിട്ടല്ല, ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുമെന്നും ഇനിയും അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോ എനിക്ക് തോന്നുന്നു അന്ന് വളരെ അപ്രതീക്ഷിതമായി അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി പോലീസുകാർ കടന്നു കയറി ആ മൃതദേഹത്തെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച. അതിന് പിന്നാലെ ഞാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേസിൽ പ്രതിയായി ഞങ്ങൾ ജാമ്യമെടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഞങ്ങൾക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അധികാരികൾ കോടതിയിൽ വന്നിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്ന ആ സമരം ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ജാതിയില്ല, അതിൽ മതമില്ല. ഇനിയും ഈ നാട്ടിൽ അതുപോലുള്ള അപകടം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനെ ആ നിലയിൽ നേരിട്ട അതേ ഉദ്യോഗസ്ഥരും അതേ സംവിധാനവും അതേ കളക്ടറും ഇന്നലെ പുലർച്ചെ 2:30 മണി സമയത്ത് ഞാനും ആന്റണിയും നിൽക്കുമ്പോൾ ആ ഡെഡ് ബോഡി എടുക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ അനുമതിക്കായി കേണ് കരയുന്ന കാഴ്ച ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങൾ അഹങ്കാരം കൊണ്ട് പറയല്ല, ഏത് അധികാര സ്ഥാനത്തിരുന്നാലും ജനങ്ങളുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ഒരു സർക്കാരിനും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ജനങ്ങളുടെ ശക്തി ഇതുപോലെ പിതാവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ശാന്തമായി സമാധാനമായി ഞങ്ങളെ നയിക്കുന്നത് പിതാക്കന്മാരടക്കമുള്ളവരാണ്. ഇന്ന് കോതമംഗലത്തെ ഒരു കലാപഭൂമിയാക്കാൻ കഴിയാത്തവരല്ല ഞങ്ങൾ. അതിനുള്ള വേദനയും പ്രയാസവും വിഷവും ഉള്ളിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് അടക്കി വെച്ച് ഞങ്ങൾ പെരുമാറുന്നത്, ഞങ്ങളോടുള്ള നിർദ്ദേശം, ഞങ്ങൾക്കുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം അവസാനിപ്പിക്കുക എന്നല്ല.
പക്ഷെ എന്നെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇന്ന് എൽദോസിന്റെ ജീവൻ പൊലിയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ ഇത് കാണുകയാണ്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളെ തടയാൻ സർക്കാരിന് കഴിയാഞ്ഞിട്ടല്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികൃതർ സത്വരമായി ഇടപെടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ നിൽക്കുന്ന വൈദികർ പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സംസ്കാര കർമ്മം ഇത്ര പവിത്രവും ഭംഗിയുമായി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വലിയ മനസ്സിന്റെ വേദനകളൊക്കെ ഉള്ളിലൊതുക്കി സഹകരിച്ച കുട്ടമ്പുഴ, ഉരുളന്തണ്ണി, കിണാശ്ശേരി നിവാസികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും വലിയൊരു അഭിവാദനങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. പഞ്ചായത്തിന്റെ പ്രസിഡന്റും വാർഡിന്റെ മെമ്പർ ജോഷിയും കാന്തി വെള്ളക്കയും എല്ലാവരും തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മൾ അധികമായി ഒരുപാട് സംസാരിച്ച് ആരെയും ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു വട്ടമല്ല പലവട്ടം നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സംരക്ഷിക്കേണ്ടുന്ന ഇടങ്ങളെ സംരക്ഷിക്കാൻ നന്നായിട്ട് അറിയുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായ നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. നന്നായിട്ടറിയാം അവർക്ക്. അത് വേണ്ടതുപോലെ ഉപയോഗിച്ച് ഈ ജനത്തിന്റെ വേദനയും ഭാരവും മനസ്സിലാക്കി ഞങ്ങളെ സംരക്ഷിക്കാനാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിങ്ങൾ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. മീഡിയ സിസ്റ്റി കോതമംഗലം.